integration of some more types. Equation എഴുതിയെടുത്തേ. Integral of root of x square plus a square dx is equal to root of x square plus a square dx is equal to 1/2 into x root of x square plus a square plus a square by 2 ഫോർമുല എന്താ പഠിക്കാനുള്ള ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഏതാടാ അടുത്ത ചാപ്റ്റർ അല്ലേ അത്? ഇത് എഴുതിയെടുത്താ. അടുത്തത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ്. ഇത് തന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. x by sin a square by 2 sin inverse x by a plus c. ഇവിടെ ഫാൻ ഇട്ടോടെ വേണമെങ്കിൽ കൈ വല്ലതും പോയായിരുന്നു അതിന്റെ കൈ മേലെ പീസ് വല്ലതും പോയായിരുന്നു. ഫോർമുല എഴുതിയെടുത്താടാ. എഴുതിയാ? അപ്പൊ ഇവിടെ എ എന്ന് പറയണ എന്താ? കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടാ. അക്കിൻ എ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x ക്വസ്റ്റ്യൻ. രണ്ടെണ്ണം ഉള്ളല്ലോ അതിന്റെ അകത്ത്. ആ അടുത്തത് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ്. ഈ ഫോർമുല ഒന്നും പഠിക്കാത്തവരാരൊക്കെ ഇതിൻ്റെ അകത്ത്? വേറെ ആരെങ്കിലും ഈ ഫോർമുല പഠിക്കാത്തവര് അറിയാത്തവര്? ഫോർമുല മീൻസ് ഈ അതാ ഞാൻ ചോദിച്ചത്. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ നീ എന്നാ വേഗം പഠിച്ചേ. പഠിക്കാത്തവര് വേഗം പഠിച്ചേ. എഴുതിയെടുത്താ? എഴുതിയാ? ഫ്രൈഡേ നിനക്ക് മുടക്കാനാടാ? ഫ്രൈഡേ അല്ല, ബാക്കിയുള്ള സ്കൂളിൽ നിന്ന് ഫ്രൈഡേ, നെക്സ്റ്റ് ഫ്രൈഡേ. പൂജ അല്ല, കലണ്ടറിൽ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. അവധി ചോദിച്ചിട്ട് മേടിച്ചതാ മറ്റേ അധ്യാപകരെല്ലാരും കൂടി. 11-ാം തീയതിയാണ് പൂജവെപ്പിന് അവധി ഉണ്ടായില്ല നമുക്ക്. സാറ്റർഡേ സൺഡേ ആയിരുന്നു. അപ്പൊ വെള്ളിയാഴ്ച അവധി കിട്ടണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് എല്ലാരും കൂടി ഹർജി കൊടുത്തിട്ട് കിട്ടിയ അവധിയാ വെള്ളിയാഴ്ച.
പൂജ കഴിഞ്ഞിട്ട് എക്സാം ആർക്കൂല്ലല്ലോ, തുടങ്ങണ 16-ാം തീയതി കഴിഞ്ഞ എഴുതിയാടാ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആ ഒരു ഫോമിലോട്ട് ആക്കണം ഇത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാലോ. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 4 ഇങ്ങനെയൊക്കെയല്ല ഇതിനാ. ഇനി ഇതിനെ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ മാത്രം എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന് എഴുതാം, 4-നെ 2 സ്ക്വയറിന് എഴുതാം. പിന്നെ ആ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പൊ ഏത് ഫോർമുലയായി? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഫോർമുല വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ദേവരെന്ത് പറ്റി? ഇതെന്ന് പറയണ എന്തിന്റെ എക്സ്പാൻഷനാ? ഏത് ഫോർമുല അതിന്റെ അകത്ത് വന്ന? ഫസ്റ്റ് ഫോർമുല എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എടാ നീ അവനെ അതിന്റെ അകത്ത് തന്നെ കയറിയേക്കണം. ഗൗരി ഓൺലൈൻ കയറി പറഞ്ഞു വെറുതെ ഓൺലൈൻ പറഞ്ഞേ. വേണ്ട വേണ്ട. അപ്പൊ ഇവിടെ ഫോർമുലയിൽ ഇവിടെ എന്താ ഫോർമുല? ശരിക്കും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലേ? എക്സിന്റെ സ്ഥാനത്ത് ആരാ ഇവിടെ? എക്സ് പ്ലസ് 1 ഇട്ട് കൊടുക്കുക കേട്ടോ. ചെയ്യ്. നിനക്ക് ബുക്കില്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ ആക്കി ഇവനെ കൊണ്ട് ജയിക്കാണ്. ബോഡി ചെയ്യിക്കാം. അക്വിനെ കിട്ടിയാ? ഇതെന്താണ് അവനായിട്ട് നോക്കിയിരിക്കണം? ഞാനല്ലേ ചോദിച്ചത്. തല മാത്രം അനക്കണം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താ പോയി മടി മാറ്റി കൊടുക്ക. അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? റൂട്ട് ഓഫ് 3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് 3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് 3 മൈനസ് 2x എടാ. മറ്റേതിന്റെ ആൻസർ കിട്ടിയാ? അത് കിട്ടാത്ത അവൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണേ. ഇതാണ് ഫോർമുല. അതൊക്കെ. ഇനി എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കണം? അപ്പൊ അത് ഇട്ട് കൊടുക്കാം. അത് ഡയറക്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി വെറുതെ. ഇതൊക്കെ വല്ല 1 മാർക്കിന് വയ്ക്കും. ഇത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വല്ല 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിളില്.
ഇവനിത്തിരി പൊക്കം വെച്ചാടാ അല്ലേ? എത്ര നാളായി വന്നിട്ടാ മറേ? അറിയില്ലെന്നാ? ഡൗട്ട് ഉണ്ടോ ഇതിന്റെ അത് നോക്ക്. എന്താ ചെയ്തേക്കണം? എന്റെ പേരെന്തായിരുന്നു? അഭിരാമൻ. ആദ്യം എന്താ കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്തല്ലേ? പിന്നെന്താ ചെയ്തേക്കണം? ആ എക്സിന്റെ കോഫിഷ്യന്റിന്റെ പകുതി ആഡ് ചെയ്ത് മൈനസ് ചെയ്ത്, ആ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് മൈനസ് ചെയ്ത്, എന്നിട്ട് ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിപ്പോ. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പാൻഷനാ? എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. മൈനസ് ഫോർ, ഫോർ നമുക്ക് എങ്ങനെ എഴുതാം? ടു സ്ക്വയറിന് എഴുതാം. പിന്നെ മൈനസ് അകത്തോട്ട് എടുത്ത്. ഡൗട്ട് ഉണ്ടോ ഇത്? പക്ഷെ ഇങ്ങനെ ചെയ്യണം ആലോചിച്ച് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ വേഗം ചെയ്യാന്നുള്ളു. എങ്ങനെ എഴുതും അഭിരാം 4 മൈനസ് എക്സ് സ്ക്വയർ? എടാ ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഇല്ലേ, അതായത് വാല്യൂ ഇട്ട് കൊടുത്തിട്ടുള്ള ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിലെ എ പ്ലസ് എച്ചിന്റെ ഫോമിലാണോ നിങ്ങൾ ചെയ്തത്? അത് പഠിപ്പിച്ചാ? പഠിപ്പിച്ചാ? അതിന്റെ ഒരു ആവശ്യമില്ല. ഏത് ഫോർമുല ദേവാ ഇതിന്റെ അകത്ത് തന്നെ? ചെയ്താ? ഏത് ഫോർമുല വരും? ചെയ്താ? ഏത് ഫോർമുല വരും? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല ആ നമ്മൾ അവസാനം ചെയ്തു. അല്ല, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതല്ല. ഒരെണ്ണം എ സ്ക്വയർ ആയിരുന്നില്ലേ? ആ കഴിഞ്ഞോ? അക്കിന് കിട്ടിയാ ആൻസർ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 ഇത് ഏത്? സിക്സ്.
ചെയ്തോടെ, പേടിക്കണ്ട. എന്താ നമ്മൾ ചെയ്ത വേറൊരു കാര്യം ചെയ്തായിരുന്നു എന്റെ കൂടെ. എന്തിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യണം? എക്സിന്റെ കോഎഫിഷ്യൻ എന്താ ഇവിടെ? 4ന്റെ പകുതി 2ന്റെ സ്ക്വയർ. അത് ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം. √2. എവിടെ എത്തി അമറിന്റെ ക്ലാസ്സിൽ? ഏത് ഇന്റഗ്രേഷൻ കഴിയാറായി? അത്ര വേള? അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. നീ എവിടെ, ഏത് സ്കൂളാ? അവിടെ എത്ര പോയിട്ടുള്ളോ? എന്താ ചെയ്യണ ഫസ്റ്റ്? അതെ, പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യണം കേട്ടോ. 4x കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം, 6 കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ. അതായത് 4x കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം 4. 2ന്റെ സ്ക്വയർ 4 അല്ലേ? അപ്പൊ ഇവിടെ 4 ആഡ് ചെയ്യാം, പിന്നെ 6ന്റെ ഇപ്പുറത്ത് മൈനസ് ആക്കുക. എന്നാലും അത് കറക്റ്റ് രീതിയിൽ വരുള്ളൂ. എവിടെ കാണിച്ച്? നീ സോറിടാം. ഇത് ആഡ് ചെയ്യുമ്പോഴേ 4x നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 4xന്റെ പകുതിയുടെ സ്ക്വയർ. പകുതി എന്താ? 2. 2ന്റെ സ്ക്വയർ 4. 4 ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 4x കഴിഞ്ഞിട്ട് 4 ആഡ് ചെയ്യുക, 6 കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യുക 4. അങ്ങനെ ആയിരിക്കും. എവിടെ കാണിച്ച്? തിരിച്ചോണ്ടിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ മാത്രം എഴുതി വെച്ചേക്കണേ. വേഗം ചെയ്ത്. 4xന്റെ പകുതിയുടെ സ്ക്വയർ എത്ര? 4xന്റെ കോഎഫിഷ്യന്റ് പകുതി. കോഎഫിഷ്യന്റ് തന്നെ എക്സിന്റെ കൂടെ ആരാ കിടക്കണം? 4. എടാ, ഇങ്ങനത്തെ ഒരു ഫോർമുല കണ്ട, ഈ എക്സിന്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ. പകുതി എന്താ ഇതിന്റെ? 2ന്റെ സ്ക്വയർ. 4 ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യാം. ആഡ് ചെയ്യുമ്പോ ഇവിടെ ആഡ് ചെയ്തോ നീ. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യും. 4x + 4 6 -4. ഇവിടെ -4. ഇനി ഇതിനെ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും സാധനത്തിനാ എവിടെ കാണിച്ചു? അത് കൊള്ളാം. ഇതൊക്കെ ഇതെന്താ? അപ്പൊ 2 ഇടാൻ പറ്റുമോ നമുക്ക്? a² വേണ്ടേ? അപ്പൊ എന്ത് ഇടാം? √2² അമർ ചെയ്താ? ഇത് നോക്ക്, ഇത് x + 2² ഇവിടെ എന്താ വന്നെ? -2 അല്ലേ വന്നത്? പക്ഷെ നമുക്ക് 2² അല്ലല്ലോ, 2 അല്ലേ വന്നേക്കണം അവിടെ. അപ്പൊ √2 എന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. √2ന്റെ സ്ക്വയർ എന്താ? 2 തന്നെ. √2 ഇടാം അവിടെ. ഇതിന് പകരം 2 ആണ് കിട്ടണത്. പക്ഷെ √2ന്റെ സ്ക്വയർ 2 തന്നെ കിട്ടും. ഇനി ആ ഫോർമുല ഇട്ട് കൊടുക്കും. ചെയ്താടാ? കിട്ടിയാ? എടാ, അവന് കിട്ടിയെന്ന് നോക്കിയത്. നീ ആ ദേവന്റെ കൂടെ ഇരിക്കുക, എന്നിട്ട് അവനൊന്ന് പറഞ്ഞു കൊടുക്കും. അതാവുമ്പോ അല്ല, നിന്റെ അടുത്തിരിക്കാനാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇതെന്താ? -2. ഏത്? ഇനി അടുത്ത് = അപ്പൊ ഇവിടെ നോക്കിക്കേ, x² കിട്ടി, a² കിട്ടിയില്ല. പക്ഷെ 2ന് നമുക്ക് എങ്ങനെ എഴുതാം? √2² ഇടാല്ല. 2ന് നമുക്ക് √2². അപ്പൊ അത് അങ്ങനെയൊക്കെ എഴുതാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ √2² ആക്കി എഴുതിക്കോളാം കേട്ടോ. -√2. അപ്പൊ എന്തായി? x² - a² ഫോമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1 അല്ലല്ലോ. 6 - 4 എന്താ? 2 അല്ലേ? അപ്പൊ നോക്കിക്കേ, x² ആയി, a² ആയില്ല, a ആയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ 2നെ നമുക്ക് √2² ഇടാം കേട്ടാ. അപ്പൊ ഇതിനെ ഞാൻ ഈ 2നെ പ്ലസ് √2² √2² എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഇനി ആ ഫോർമുല ഇട്ട് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ x² + 4x + 1 ഇട്ടാ.
root of x square plus 4x plus 1. X square plus 4x plus 1. മറ്റേ പോലെ തന്നെ ചെയ്തു കിട്ടിയാ അത് 4x plus 2 അല്ലേ 6 അല്ലേ ഇവിടെ വന്നു കിട്ടിയാ അപ്പിര അപ്പിര കിട്ടിയാടാ എന്താടാ അത് അതെന്താണ് കോപ്പി അടിക്കാൻ എഴുതി വെച്ചിട്ടാണ് അത് മൂന്നാണ് കിട്ടിയാടാ ആരൊക്കെ എടീ ഇത് ആരുടെ ഇട ഈ ബാഗ് എടുത്ത് മാറ്റിട്ട് നീ എന്നെ തട്ടി വിളിച്ചു ഞാൻ വെച്ച് ആരുടെ ആ മൈനസ് എടുത്ത് കൊടുത്തിട്ടെ എന്താടാ അതാരാടാ ആരാത് സൂര്യാണോ കണ്ടിട്ട് തോന്നുന്നത് ആ അതിലെ സൂര്യ How much for this mask? Italian place. I will take it for free. And then you pay your insurance. And then you pay your insurance. കിട്ടിയാ അതിന്റെ ആൻസർ കിട്ടിയാ കൊടുത്തില്ലേടാ പേപ്പർ അവന് നീ ബയോളജിയാ ഇവിടെ എല്ലാരും ബയോളജിയാണോ ബയോളജി നീയാ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയാടാ അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഇതുപോലെ തന്നെ അതിന് എക്സാമിന് നിങ്ങക്ക് വരയ്ക്കാനുള്ളതൊക്കെ ചോദിക്കോടാ ആ ചോദിക്കില്ലല്ലോ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഉണ്ടാക്കി എഴുതാൻ വരാറില്ലല്ലോ പുറത്തുനിന്ന് ടെക്സ്റ്റിലുള്ള പ്രോഗ്രാംസ് തന്നെ അല്ലേ പുറത്തുനിന്ന് വരാറുണ്ടോ ഒരു 45 പ്രോഗ്രാംസ് ഓൾറെഡി തരും അവര് അതിൽ നിന്നല്ലേ ചോദിക്കോളൂ വേറെ വരാറുണ്ടോ കമ്പ്യൂട്ടർ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ 45 പ്രോഗ്രാം ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അതിൽ നിന്ന് ചോദിച്ചുള്ളായിരുന്നു പ്രാക്ടിക്കലിന് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കും തിയറിക്ക് പക്ഷെ ഒന്നും പഠിക്കാനില്ല ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് പൈത്തണോ
ഞങ്ങള് C++ ആയിരുന്നു. തിയേറ്റർ ലാംഗ്വേജ്. ഞങ്ങക്ക് C++ ആയിരുന്നു. സി ഉണ്ടായിരുന്നു. സി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് C++. അല്ല, അത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇപ്പൊ അതല്ലല്ലോ. അഭിരാം ചെയ്തേ ദേവൻ ചെയ്ത്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അവിടെ വായും പൊച്ചിരുന്നോ എന്നിട്ട്? അത് സാരമില്ല, എല്ലാരും കാണില്ല. സെക്കൻഡ് ഫസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് കഴിഞ്ഞു എല്ലാവരുടെ. കഴിഞ്ഞോ? എവിടെ കാണിച്ചേ? ഏത് ക്വസ്റ്റൻ ചെയ്താ നീ? ഇതാണോ? ഈ 2 ആഡ് ചെയ്യുമ്പോ ഇവിടെ ആഡ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോ 5 കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യണം കേട്ടോ. 5 - 2 എന്ന് പറയും. 2ന്റെ സ്ക്വയർ അല്ലേ ആഡ് ചെയ്യണ്ട? 4ന്റെ പകുതിയുടെ സ്ക്വയർ. പകുതി എന്താ? 2ന്റെ സ്ക്വയർ എന്താ? 4 വേണം ആഡ് ചെയ്യാൻ കേട്ടോ. അഭിരാം കാണിച്ച എന്താണ് ഇത്? കാണിച്ചേ. ചെയ്യില്ലേ? തലതിരിവാണല്ലോ ഫുള്ളും. ആഡ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് അങ്ങ് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താ. അടുത്തത് അങ്ങനെ തന്നെ ചെയ്യണേ. റൂട്ട് എന്തിനാണ് ഇവിടെ? -4 - 5 എന്താ? -4 - 5 എന്താ? -9 അല്ലേ? പിന്നെ റൂട്ട് ഇട്ട് കൊടുത്തിന്റെ ഫോർമുല അറിയാൻ പാടില്ല. ഇവിടെ വരെ ശരിയാ, ബാക്കി ഫോർമുല നോക്കിയില്ല. കഴിഞ്ഞ അഭിരാമി ശരിയാ കിട്ടിയാ? അപ്പൊ ഇത് -9, അപ്പൊ റൂട്ട് വേണ്ട കേട്ടോ അവിടെ. 3². അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. റൂട്ട് ഓഫ് 1 മൈനസ് അവിടെ ഇതാണ് പുറകെ ഇരിക്കണതിന്. അടുത്ത റൂട്ട് ഓഫ് 1 + 3x². അല്ല, 3x - x². അപ്പൊ ഇവിടെ നിന്ന് മൈനസ് കോമൺ പുറത്തെടുക്കട്ടാ. എന്നിട്ട് അപ്പൊ എങ്ങനെ വരും? റൂട്ട് ഓഫ് 1 മൈനസ് ഇനി ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്തിട്ട് പഴയ ഇങ്ങനെ വരുമ്പോ എപ്പോഴും മൈനസ് പുറത്തെടുക്കുക. അഭിരാമ കണ്ണരെടുത്ത് വെക്കും. അവിടെ ഇരുന്ന് കൺവേഴ്സ് കാണിക്കുന്ന നോക്കിക്കോ. ആണോ? എന്ത് സാധനം? ഇതിപ്പോ നമ്മള് ആ 3x - x² -1 പുറത്തെടുക്കുക. ഇത് നമ്മള് പഴയതുപോലെ
ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക 3x പകുതിയുടെ സ്ക്വയർ പഴയതുപോലെ. കണ്ണവിടെ വേണ്ട, ഇവിടെ ചെയ്യാതെ. എവിടെയാടാ? ഞങ്ങൾക്ക് മിഠായി ഒന്നുമില്ല, നിങ്ങൾ പോയിട്ട് ടൂർ പോയിട്ട് വന്നിട്ട്. എന്താ ഗുണാക്കി വാ, ഗുണാക്കിയുടെ വാ. ആ ചോക്ലേറ്റ്, പൊട്ട ചോക്ലേറ്റ്. വാനില ഫ്ലേവറാ? 150. 150. എന്തിനാടാ? ചെയ്യടാ, ചിരിക്കാണ്ടിരുന്ന്. അതിന് നോക്കാൻ ചെയ്യാം. ചെയ്താ മറ്റേതുപോലെ തന്നെ 3x നമ്മൾ ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാൻ വേണ്ടി തിരിച്ചിട്ടത്. ഇതിപ്പോ ആ ഫോമിലല്ലോ അടക്കണം. ഇനിയിപ്പോ നമുക്ക് 3x പകുതിയുടെ സ്ക്വയർ, അപ്പൊ 3/2 സ്ക്വയർ എടുക്കണം. 3/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 സ്ക്വയർ 9/4 വരും കേട്ടോ. എടാ ചെയ്തേടാ. ആ പക്ഷെ മാറ്റണം, തിരിച്ചിട്ട് മൈനസ് പുറത്തെടുത്തിട്ട്. മൊത്തത്തിൽ മൈനസ് എടുക്കാനാ? അപ്പൊ 1 ബാക്കിൽ വരില്ലേ? റൂട്ട് 13 ആണോ? എവിടെ? റൂട്ട് 3 സ്ക്വയർ 9/4. ഇനി നമുക്ക് ഈ 1 ഇത് മണി ഒരുമിച്ച് ചെയ്താം. ഏതാ? അതൊന്ന് ചെയ്ത് നോക്കും. എത്ര? ഇതെന്താ കിട്ടിയത്? x - 3/2 ഹോൾ സ്ക്വയർ. ഒരു മിനിറ്റ്, അത് സ്ക്വയർ ആണോ അത്? ഒരു മിനിറ്റ്. അവിടെ പ്ലസ് അല്ലേ വന്നേക്കണ? 9/4 അവിടെ എവിടാ? നമ്മള് മൈനസിന്റെ കൂടെ, അതായത് x - y ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്താ? x സ്ക്വയർ മൈനസ് 2xy പ്ലസ് b സ്ക്വയർ. അപ്പൊ നമ്മള് പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഇല്ലേ? ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ മൈനസ് പ്ലസ് ആവും. ചെയ്താ ചെയ്യടാ. അവന്മാരൊക്കെ ഇരുന്ന് പരീക്ഷക്ക് ചെയ്യും. നീ ഇവ വായുമ്പോൾ ചിരിക്കും കേട്ടാ. നീ വേഗം ചെയ്യും. 3/2 ഹോൾ സ്ക്വയർ. അത്ര എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അവിടെ അത് എത്ര മാർക്കും കിട്ടട്ടെ, നീ അത് എഴുതി വെക്കാം. കഴിഞ്ഞാടാ? കഴിഞ്ഞ? എടാ നീ ഇവന്മാരെ കൂടി വൈകിട്ടിക്കല്ലേ, അവന്മാരെ കൂടി ചെയ്യട്ടെ. 3x പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം. പകുതി എത്ര? 3x പകുതി 3/x കോഫിഷ്യന്റ് പകുതി 3/2. 3/2 3/2 ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക. 3/2 സ്ക്വയർ കഴിഞ്ഞോ? നിനക്ക് എല്ലാ ഷർട്ടും ഈ പാറ്റേൺ ആണോടാ? അലൻസോളിയുടെ ഷർട്ടാണ് എല്ലാം. ഇവനിട ഷർട്ടൊക്കെ ഇങ്ങനത്തെ അല്ലേ? ബ്രാൻഡഡ് ഇടാറുള്ളൂ. ഇതിന്റെ യെല്ലോ ഇല്ലേ? യെല്ലോ ഇല്ലേ നിനക്ക്? അലൻസോളിയുടെ ഷർട്ടാണോ? നിന്നെ ഞാൻ ഈ ഷർട്ട് ഇട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് അതിന്റെ കൈ ഓർഡർ മടക്കില്ല.
അല്ലല്ല ഒരാളെ കമ്മ്യൂണിസ്റ്റ് വിളിച്ചിട്ട് ആ ഷർട്ട് ഇട്ടോണ്ട് കഴിഞ്ഞ ചെയ് അവനെ ചെറിയാണോ പറഞ്ഞത്? എനിക്കല്ല മൈനസ് അല്ല എ സ്ക്വയർ മൈനസ് കിട്ടിയാക്കിനെ അടുത്ത വർഷം നിന്നെ കൊണ്ട് കഴിക്കാട്ടോ. ദേവൻ ചെയ്താ കിട്ടിയാ? ബ്രാക്കറ്റ് ഒക്കെ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേ. വണ്ണ് എവിടെ? വണ്ണ് ഈ വണ്ണ് പുറത്തിട്ട വണ്ണ്, ഈ വണ്ണ് പുറത്ത് എടുക്കണ്ടേ. 1 minus x square minus 3x plus 3/2 the whole square എന്ന് പറയുമ്പോ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് ഇത് നമുക്ക് എങ്ങനെ അതായത് എക്സ് മൈനസ് ആ പിന്നെ ഞാൻ മറ്റേത് പ്ലസ് 1 മൈനസ് ഈ മൈനസ് അകത്തോട്ട് എടുക്കുമ്പോ പ്ലസ് ആവും. അല്ലെങ്കിൽ ഞാൻ ഇതിനപ്പുറത്തോട്ട് എടുക്കാണ് കേട്ടോ. ഇതിനെങ്ങനെ എടുക്കാമല്ലോ. തേർട്ടീൻ ബൈ 4 അല്ലേ? തേർട്ടീൻ ബൈ 4 കിട്ടിയാ? എന്താടാ? ആ അത് എടുത്ത് മാറ്റി. ഇവിടെ നോക്കി, ഇവിടെ എന്തിനാ റൂട്ട് എടുക്കണത്? മറ്റേതുപോലെ തന്നെ നമ്മൾ 2 ആയിരുന്നു അപ്പൊ റൂട്ട് 2 എടുത്ത പോലെ തന്നെ അപ്പൊ ഏത് ഫോമിലായി? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റൂട്ട് അല്ല റൂട്ട് 13 മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഹോൾ സ്ക്വയർ ഉണ്ട്. ദേവന് കിട്ടിയാ? കിട്ടിയില്ലേ? കിട്ടിയാടാ? അക്കിന് കിട്ടിയാ? കിട്ടിയാ? അമറിന് കിട്ടിയാ? എവിടെ? ഇവിടെ ഇതാ. ഇതിപ്പോ റൂട്ട് 13 ബൈ 4 ചെയ്താലും കുഴപ്പമില്ല. ഒരുമിച്ച് റൂട്ട് ഇട്ടേ. റൂട്ട് എടുക്കുമ്പോ അത് എന്തായിപ്പോ മാറിപ്പോ. അടുത്തത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x ചെയ്തേ. ക്വസ്റ്റ്യൻ വായിക്കാലോ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x പെട്ടെന്ന് ചെയ്യാന്നുള്ളൂ. എങ്ങനെ ദേവൻ ഇത്? മറ്റേതുപോലെ തന്നെ 3xന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അഭിരാമിനെയാണ് ഓടിക്കൂട്ടി വിടുന്നത്. തിരിച്ചുകൊണ്ടിരിക്കണ അവിടെ. അജിന്റെ അവിടെ മിണ്ടാണ്ടിരിക്കണം. ആ എടാ എന്തിനാടെ നോക്കിയാണ് തന്നെ എഴുതട ദേവ. ആ അത് തന്നെ. ഇതെന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 9/4 എന്ന് പറയുന്നത് എന്ത് സ്ക്വയർ ആയിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ്
3/2 the whole square. X plus 3/2 the whole square. ചെയ്താ അത് ഇതില്ലായിരുന്നു. കിട്ടിയാ? ആ ഫോർമുല അറിയാൻ പാടല്ലേ? അതാണ് മന്നം പിടിച്ചിരിക്കണം, മനസ്സിലായി. അത് നീ എന്ത് പഠിക്കാൻ മന്നം പിടിച്ചിരിക്കണേന്ന്. ഫോർമുല അവനവിടെ സെക്യൂരിറ്റി ഇങ്ങനെ അതും നോക്കില്ല, അപ്പോഴേക്ക് മനസ്സിലായി ഫോർമുല അറിയാൻ പാടിരിക്കണേന്ന്. ചെയ്താ പിന്നെ ചെയ്യടാ, ഇവിടെ കാണിച്ച്. എടാ അവൻ ചെയ്തതല്ലേ എടാ? ഫോർമുല പഠിച്ചിട്ട് പോയാൽ മതി കമറിന്ന്. ആ 3 നിനക്കൊക്കെ അറിയാവിടെ ആ 3? അത് ചോദിച്ചിട്ട് വിടാം. അറിയാമോ എല്ലാ ഫോർമുല? അതായത് ബാക്കിയെല്ലാം ഇന്റഗ്രേഷനില ഇന്റഗ്രേഷന്റെ ഫോർമുല മാത്രമായിട്ട് ഒരു എക്സാം എടുക്കാം കേട്ടോ. പറയാം. ഇന്റഗ്രേഷന്റെ ഫോർമുലാസ് മാത്രമായിട്ട് എടുക്കാം ഒരു എക്സാം. അത് എല്ലാം ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ട ക്വസ്റ്റ്യൻ. കൊറേ എണ്ണം അതിന്റെ അകത്ത് തന്നെ തെറ്റിച്ചിട്ടുണ്ട്. നിന്റെ ഒന്നും കുഴപ്പമില്ല. ആ ഗൗരിനെ ഞാൻ പിടിക്കാനുണ്ട്. ഗൗരി ഫുൾ ആ cos 3x cos 2x ഇല്ലേ, അതവൻ പ്രൊഡക്റ്റ് വെച്ച് ചെയ്തേക്കണം. എന്ത് എടാ cos 2x cos 3x cos 4x ലോഗ് എടുത്തിട്ടേ നോക്കിയിട്ടില്ലേ? ആള് നോക്കിയിട്ടില്ല. അത് നല്ലോണം എഴുതിട്ടുണ്ടായിരുന്നു നമ്മള്. എഴുതിയിട്ടില്ലേ? ദേവന്റെ ഇപ്പഴാണ് സുഖം നോക്കാൻ. ഒറ്റയടിക്ക് കഴിഞ്ഞു പരിപാടി. പക്ഷെ ഗൗരി തെറ്റിച്ചതൊക്കെ ഇവൻ ചെയ്തിട്ടുണ്ട്. നീയല്ല ഗൗരി തെറ്റിച്ചത് നീയും ചെയ്തിട്ടുണ്ട്. ഗൗരി തെറ്റിച്ച ക്വസ്റ്റ്യൻ ആൻസർ നീയും ഇവനും ചെയ്തിട്ടുണ്ട്. 1 മാർക്കിന്റെ കഴിഞ്ഞാടാ. അടുത്ത ക്വസ്റ്റ്യൻ 1 + x² / 9. 1 + x² / 9. x² മാത്രമേ ഉള്ളൂ by 9. ആ LC എടുത്തിട്ട് ചെയ്യാൻ കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ. 9 × 1 ചെയ്യാ. by 9 വരെ. ആ 9 പുറത്തിട്ടിട്ട് ചെയ്യാം കേട്ടോ. 1 + x² / 9. 9 × 1 ചെയ്യാം. അപ്പൊ മൊത്തം by 9 ആണ്. എന്നിട്ട് ആ 9 പുറത്തോട്ടെടുക്കാം. ക്വസ്റ്റ്യൻ പോലും എഴുതിയിട്ടില്ല അവൻ. റൂട്ട് ആരിടും? 9 × 1 ചെയ്യാം. അപ്പൊ മൊത്തം by 9 ആവും. എന്നിട്ട് ആ by 9 റൂട്ടിനകത്ത് പുറത്തോട്ട് എടുക്കാം. വൺ ഇൻറ്റു 9 ചെയ്യാം. അപ്പൊ 9 + x² ആവും. by all 9 ആവും. ആ 9 എന്നിട്ട് പുറത്തിട്ടിടുക. ആ 1 റൂട്ടിനുള്ളിൽ നിന്ന് 9 എടുത്ത് പുറത്തിടുമ്പോ എന്താവും? 1/3 ആവും. റൂട്ട് 9 ആയിരുന്നില്ലേ? റൂട്ട് ഉണ്ടായിരുന്നില്ലേ മോനെ ഇവിടെ? ആ 9 × 1 ചെയ്യും. ഇനി 1 റൂട്ട് ഉണ്ട്, ഇതെടുത്ത് പുറത്തോട്ടിടും. എടാ മറ്റേ x² - a² മാത്രമേ മൈനസ് ഉള്ളൂ, ബാക്കിയെല്ലാം പ്ലസ്. ബാക്കി രണ്ടും പ്ലസ്. അങ്ങനെ ഓർത്തിട്ട് ഫോർമുല അവരോട് അങ്ങനെ അതിൽ എഴുതി വെച്ചാൽ മതി. ആൻസർ ഷീറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ്ങിന്റെ ഫോർമുല തികട്ടിയ ആൻസർ അത്ര എഴുതിയാൽ മതി. ലോഗരിതം ബുക്ക് കേറ്റാൻ പറ്റില്ലല്ലോ നിങ്ങക്ക്? അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന എല്ലാ ഫോർമുലയും. അതെങ്ങനെ 40 കിട്ടിയാടാ?
ആ അപ്പൊ അതില് ബൈ ടു ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ കാണിക്കുക കഴിഞ്ഞവര്. ആ ആ എക്സ് ബൈ ടുവിന്റെ അടിയിലത്തെ ടു അവനകത്ത് കൊടുത്തിട്ടുണ്ട്. നീ സി എടുത്ത് പുറത്തിട്ടില്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. എടാ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഈ എക്സസൈസ് എങ്ങാനും തെറ്റിച്ചിട്ട് വന്നു കഴിഞ്ഞാ, ഈ എക്സസൈസ് എങ്ങാനും പരീക്ഷയ്ക്ക് തെറ്റിച്ചു കഴിഞ്ഞാ നിന്നോടൊക്കെ കൂടെ പറഞ്ഞ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആ ഇനിയിപ്പോ നീ ഇപ്പൊ വരണ്ടായിരുന്നു, ആ തലേ ദിവസം വന്നാ മതിയായിരുന്നു. എടാ നീ എക്സാം ആയിട്ടാണ് നീ വരാഞ്ഞത്. നീ എക്സാം ആയതുകൊണ്ടാണ് ഇത്ര ദിവസം വരാൻ. എന്താ പിന്നെ ആർക്ക് വേണ്ടിട്ടാ? അപ്പൊ നിന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം മൊത്തം വീക്കാ. പേടിച്ചട്ട തലയിറങ്ങി വേണം. എന്നിട്ട് ബാത്റൂമിൽ തലയിറങ്ങി വീണ്. ആ കണ്ണിലിരുട്ട്. ആ കുറച്ചു കഴിഞ്ഞപ്പോ എണീറ്റപ്പോ ആ വീട്ടിലാരും അറിഞ്ഞില്ല അപ്പൊ. ആ പ്രഷർ ലോ ആയിട്ടായിരിക്കടാ. അപ്പൊ കുറച്ച് ഉപ്പിട്ട വെള്ളമൊക്കെ കുടിക്കണം. കിട്ടിയാടാ? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അഭിരാമേ അതിന്റെ ഇടയിൽ ചെയ്യടാ. റൂട്ട് ഓഫ് 1 പ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അതിന്റെ ഇടയിൽ കൂടി ഞാൻ ഫോൺ നോക്കണം. ചെയ്യടാ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. പെട്ടെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7. ചെറിയ തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താടാ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7 ചെയ്തോ. എക്സ് റൂട്ട് 21 അതെന്തിനാ? ആ 8ന്റെ 4ന്റെ സ്ക്വയർ 16 ആഡ് ചെയ്യും മൈനസ് ചെയ്യും. 16 എവിടെ ആഡ് ചെയ്ത്? എടാ ഇത് ആഡ് ചെയ്യുമ്പോ 7 കഴിഞ്ഞിട്ട് ഇത് 8 കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണം. അപ്പൊ പിന്നെ 7 അല്ലേ. ഇത് കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യണം. കണ്ട ഈ കോൺസ്റ്റന്റ് കഴിഞ്ഞിട്ട് വേണം മൈനസ് ചെയ്യാൻ കേട്ടോ. എനിക്ക് ആ അങ്ങനെയുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്നപ്പോ. എക്സിന്റെ ഇവിടെ ആഡ് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യണം. എവിടെ അതെന്തിനാടാ എക്സ് മൈനസ് 4 എന്ന് എഴുതിയാ പോരെ? അതെന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ കാണിച്ചു വെച്ചേക്കണം? അത് ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യണം. എത്ര കിട്ടിയ? 7 മൈനസ് 16 എത്ര കിട്ടിയ? 9 അല്ലേ? 9 നീ റൂട്ട് ഇട്ട് വെച്ചാ 10 കിട്ടിയാടാ മോനെ നിനക്ക്? ആ 7 ഇവിടെയും 6 ആയിട്ട് വെച്ചേക്കണം. അതാ നിനക്ക് 10 കിട്ടിയ. കിട്ടിയ എക്സ് മൈനസ് 4 നക്കിനിപ്പ കിട്ടും. ചേട്ടാ കൂടി അത് നോക്കാം. അത് നോക്കണ്ട, അത് തന്നെ ചെയ്യുന്നു.
നീ ഇവിടെ ശരിയാണോ നീ ചെയ്യണത്? ആഡ് ചെയ്ത് മൈനസ് ചെയ്ത്. അപ്പൊ നോക്കിക്കേ ഇതെന്തായി? a² മൈനസ് x² ഫോം ആയി. അതെന്ന് പറഞ്ഞാൽ x-4 എക്സ്പാൻഷൻ ആണ് ഇത്രയും സാധനം. 16 അല്ലേ ഇവിടെ വന്നേക്കണ? 16 എന്തിന്റെ സ്ക്വയറാ? 4ന്റെ സ്ക്വയറാ. അപ്പൊ അതെന്ന് പറയുന്നത് x-4 ഇതെങ്ങനെ എഴുതാം നമുക്ക് ഇത്രയും? ഇതാ -9. ഇനി അതിനാക്കി എഴുതിക്കുന്ന എടുക്കുമല്ലേ? കിട്ടിയാ? അപ്പൊ ഇവിടെ അപ്പൊ ആ എക്സസൈസ് അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൽ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഫോർമുല പഠിക്കണം. കഴിഞ്ഞാടാ? സമയം എത്രയാടാ? ആറ് 2 അത് ഫാസ്റ്റാ. 6-2 ആയിട്ടുള്ളു. 6-5 കിട്ടിയാടാ? എവിടെ കാണിച്ചേ? ഇതേത് ബ്രേക്കർ? മനസ്സിലായില്ലേ? ഈ എക്സസൈസ് മൊത്തം ഇങ്ങനെ തന്നെ കേട്ടോ. ആ ഫോർമുലാസ് പഠിക്കണം. അപ്പൊ ഫോർമുല പഠിച്ചാൽ മതി. എന്നിട്ട് അത് അപ്പൊ ഒരു 10 മിനിറ്റ് ആറ് ഞാൻ ഫോർമുല പഠിക്കണം. അടുത്ത ക്ലാസ് അല്ല ഇന്ന്. എന്ത് അടുത്ത ക്ലാസ്? നീ വരില്ലല്ലോ. ഈ ക്ലാസ് ആവാൻ പോയാൽ പിന്നെ അടുത്ത ക്ലാസ്സിലേ കാണുള്ളൂ. അപ്പോഴേക്കും പരീക്ഷ കഴിയോടാ. എടാ മറ്റേത് A+Hന്റെ പഠിപ്പിക്കണ്ടല്ലോ, വെറുതെ ലിമിറ്റ് കൊടുക്കണ പഠിപ്പിച്ചാ പോലെ. മറ്റേത് ഇവാലുവേറ്റ് ഫോളോയിങ്ങിന്റെ അങ്ങനെയല്ലേ എനിക്ക് വരുന്നത്? വരുമോ? എവിടെ? അത് കാണാനില്ലല്ലോ അതിന്റെ അകത്ത്. അത് അടുത്ത എക്സസൈസ് ആണല്ലേ? അടുത്തയിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത്. അതിന് മുമ്പിൽ അല്ലടാ ഇതിന്റെ അകത്ത് നോക്കി. ഇതില് വെറുതെ ജസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ ഇട്ട് കൊടുത്താൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് അത് പഠിപ്പിക്കണം അവര്. അത് കഴിഞ്ഞിട്ടാണ് അത് പഠിപ്പിക്കണം. അതെന്തിനാ അതിന്റെ ആവശ്യമായിരിക്കുന്നത്? അതല്ലേ ആദ്യം പഠിപ്പിക്കുന്നത്. കഴിഞ്ഞാ? ഏത്? അത് ഇത്രയും ഫോർമുലാസ് ഉണ്ട് കേട്ടോ. അതെല്ലാം പഠിച്ചോളാം കേട്ടോ. അമരെ ഇത്രയും ഫോർമുലാസ് ഉണ്ട് കേട്ടോ. ഇത് കീറിയെങ്കിലും കൊണ്ടുപോകും എക്സാമിന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കേട്ടാ. ഞാനെന്ന് പറഞ്ഞിട്ടില്ല, എന്നെ അവരെ അറിയയില്ല. അല്ലടാ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? അല്ലല്ല സെക്കൻഡ് സാറ്റർഡേ എടാ സെക്കൻഡ് സാറ്റർഡേ ആണ്. അത് മാത്രമല്ല പൂജവെപ്പിന് അവധിയായിരിക്കും. നീ ഹിന്ദു ആണോ നീ? അപ്പൊ നീ പോവണ്ട. ബുക്ക് പൂജക്ക് വെച്ചേക്കെന്ന് പറഞ്ഞാൽ മതി. ഈ സാറ്റർഡേ ആരാണോ നീ പറഞ്ഞ? ഈ വരുന്ന സാറ്റർഡേ ഫസ്റ്റ് സാറ്റർഡേ. നിങ്ങൾക്ക് അവിടെ വരെ കഴിഞ്ഞാടാ ക്ലാസ്സില്? കഴിഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തുടങ്ങും. എടാ ഇതെന്താണ് ഇങ്ങനെ വന്നേക്കണം? ഇതെന്തിങ്ങനെ? അനീഷ 12th പീസ് ചെയ്യാ കോളം.
ഇനി മതി അടുത്തെടുക്കാം. എടാ കൊണ്ടുവന്നേടാ പേന കൊണ്ടുവന്നേ. കഴിഞ്ഞ അടുത്ത ചെയ്യാം. ആ അക്വിനെ അവന്റെ നിന്റെ കഴിഞ്ഞ് ആ എക്സസൈസ് കഴിഞ്ഞ് ഞാനാണ്. അടുത്ത ഹെഡിങ് എഴുതിക്കേടാ. അതല്ല നമ്മള് 10th അടുത്ത ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഹെഡിങ് ചെയ്തു. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കണതാ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇന്റഗ്രൽ 2 to 3 ഇങ്ങനെ ഇത് ഇന്റഗ്രൽ 2 to 3 x² dx. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? x² ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്ത് കിട്ടും അമ്മ x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ? x³ by 3. എന്നിട്ട് നമ്മൾ എന്താ ബ്രാക്കറ്റില് 2 to 3 ഇടുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്താ ഇവിടെ? 3 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്, 2 ലോവർ ലിമിറ്റ്. അപ്പൊ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 3² മൈനസ് 3 ബൈ 2³ മൈനസ് 3. എക്സിന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. 3³ എത്ര? 3³ ഒരു മാർക്കിന് ചോദിക്കൂട്ടെ ഇത്. എന്താടാ? നയൻറ്റീൻ ബൈ മനസ്സിലായോ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ ആദ്യം മുകളിലത്തെ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടാ. ചോദിക്കുന്നതാ ഒരു മാർക്കിന്. അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് ഇട്ട് കൊടുക്കാനെങ്കിലും പഠിച്ചിട്ട് പോവാ കേട്ടോ. അടുത്ത ഇന്റഗ്രൽ ഓഫ് -1 to 1 x + 1 dx കേട്ടോ. അപ്പൊ ഓരോ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സിന് സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? ഡെറിവേറ്റീവ് എന്താടാ? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പൊ ഇന്റഗ്രൽ എന്തായിരിക്കും? ഞാൻ പറയാം. അമ്മരെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയ്തു. രണ്ടാമത്തെ അല്ല 2. ഫസ്റ്റത്തെ ആൻസർ ഇതിന്റെ അകത്ത് നോക്കട്ടെ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ x² by 2 പ്ലസ് എക്സ്. ഇനി അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോ എന്താവും? 1² by 2 പ്ലസ് 1 മൈനസ് -1 the whole square by 2 പ്ലസ് 1 അല്ലേ? അത് മൈനസ് ഏത്? അല്ല ഓക്കെ ഓക്കെ. 1 by 2 പ്ലസ് 1 1 by 2 കട്ടായും. ബാക്കി 1 അല്ലേ? 2 ആണോ കിട്ടിയത്? 1 ആണോ കിട്ടിയത്? 1 ആണെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞ. തോന്നിയൊന്നുമല്ല. 0.5 അടുത്തത് 1 by x dx ഇന്റഗ്രൽ 2 to 3. അഭിരാമിന് കിട്ടിയാടാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ.
1/2x ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എന്താ ദേവൻ? 1/2 ആ 1/x ലിമിറ്റ് ഇട്ട് കൊടുക്ക്. log 3 മൈനസ് log 2. അതെന്താ log 3/2 എന്ന് എഴുതാം. log a മൈനസ് log b log a/b. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് 1 to 2 4x ക്യൂബ് ഇന്റഗ്രൽ ഓഫ് 1 to 2 4x ക്യൂബ് മൈനസ് 5x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. കിട്ടിയിട്ടുള്ള ഇരിപ്പാണോ? നിങ്ങൾ കിട്ടാണ്ടുള്ള ഇരിപ്പാ. പക്ഷെ മുഖം കണ്ടു കഴിഞ്ഞാൽ കിട്ടിയിട്ടിരിക്കുന്ന പോലെയുള്ള അവനെല്ലാം മൈൻഡ് കാൽക്കുലേഷൻ അതെ ചോദിച്ച. കിട്ടിയാ? ആംബുലൻസ് കഴിഞ്ഞാടാ? ആ അതെങ്ങനെ ഫോറും ഓരോന്നിന്റെയും എടുക്കേണ്ടി വരൂലേ? അപ്പൊ ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് ആക്കിയിട്ട് അല്ലെ, സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ? അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേണം പുറത്തെടുക്കാം. മൊത്തത്തിൽ പുറത്തെടുക്കാൻ പറ്റില്ല. 64/3. എവിടെ കാലം നിൽക്കണം? എവിടെ കിട്ടിയാ? ചെയ്താലേ കിട്ടുള്ളൂ. അവിടെ 61 അല്ല 64 ആണ്. നോക്കി അടിയിൽ ബൈ 3. മറ്റേ ബുക്ക് തീർന്നാണ് അല്ലെങ്കിൽ കളഞ്ഞാണോ കൊണ്ട്? കഴിഞ്ഞ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് പോയി കാണാണ്ട് പോയിട്ട് പുതിയത് വന്നിട്ട് വന്നേക്കുന്ന പോലെ ഉണ്ടല്ലോ. എല്ലാം ഒരുമിച്ച് എഴുതണ? എല്ലാത്തിനും കൂടി ഒരു ബുക്കാണല്ലോ. നിന്നെ പോലെ അല്ലേ തലതിരിഞ്ഞല്ലേ എന്തായാലും എഴുതണ. എടാ നീ ചരിച്ച് ഇപ്പഴത്തെ വെച്ച് ചെയ്തടാ. ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടാ പോണത് ബുക്ക്. അപ്പൊ നീ എല്ലാം ഒരു നെക്കിലാണല്ലോ എഴുതണം. നോക്കട്ടെ. അപ്പൊ നീ ഫ്രണ്ടിൽ എന്തിനാ സ്ഥലം വിട്ടേക്കണം? ഓ 2 പേജുള്ളു അത്. ഏതാടാ? വെക്ടേഴ്സാ? അതിനെന്താ കുഴപ്പം? വെക്ടറാണല്ലോ എടുത്തത്. നീയൊക്കെ നാളെ എന്ത് ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ പറയണ? ആ സാധനത്തിനെ കണ്ടില്ലെന്ന്. ഇവനങ്ങനെ പറയാം. എനിക്ക് ഇവനെ വിശ്വാസമില്ലല്ലോ. ഓഹോ 61 അല്ലല്ലോ. എത്ര കിട്ടി? അതങ്ങാ ചെയ്. നബിരാമിന് കിട്ടിയാ? നബിരാമിന് ഇപ്പൊ കിട്ടും.
64 ആണ് എനിക്ക് കിട്ടിയത്. ആ അവൾക്ക് കിട്ടിയടാ. 40 plus 12 ആ 64 അല്ലേ? ആ ആ square അല്ലേ? അതാണ് ആൻസർ. നിനക്ക് എവിടെയോ കിട്ടി തെറ്റിയിട്ടുണ്ടടാ. ഓ ഇവിടെ എന്റെ 3 ആയിരുന്നു. എടാ എടാ ചെയ്യടാ. നിങ്ങളുടെ രണ്ടുപേരും ഒരു പോറായിരിക്കും. ഇതിന്റെ 75 തലവേദന എടുക്കണേ. ഇത് വെച്ചിട്ടാ ആടാ ഭയങ്കര പവർ. നിങ്ങളൊക്കെ ഒന്നും കൂടി ചെറുതായിട്ടിരിക്കണേ. സത്യം പവറല്ലേ? നിനക്ക് കറക്റ്റ് പവറാണ്. ഇവൻ കണ്ണട വെക്കണാടാ എന്ന് കൊണ്ടുവന്നിട്ടാ. സെയിം പവറാ. കിട്ടിയാടാ? ഇതൊക്കെ കൊണ്ട് തെറ്റിക്കല്ലേട്ടാ. നിങ്ങളുണ്ടല്ലോ ആൻസർ ഷീറ്റ് ഇതും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം എഴുതി വെക്കണേ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി വെക്കാം കേട്ടാ. അഭിരാം എക്സാമിനെ 64/3 4 ആക്കല്ലേ? ആ 60 4 ആക്കിയതല്ലേ? by 3 ഓക്കെ. 64 ആണ് എന്റെ മുകളില്. കിട്ടിയാടാ നിനക്ക്? മൈനസ് ഇട്ട് അങ്ങനെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യും, ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യാം, അപ്പൊ തെറ്റിപ്പോലെ. 64 നീ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അത് ഇന്റഗ്രേറ്റ് എങ്ങനെ ചെയ്ത് വെക്കടാ. അത് 4x³ ഇന്റഗ്രൽ എന്താ? 4 കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും x³ x³ + 1. ആ 64/3 കിട്ടിയാടാ? 66 ആണോ കിട്ടിയത്? പിന്നെ 64 കിട്ടിയില്ലേ? എനിക്ക് കിട്ടും 4. ടു റേസ്റ്റ് 4ന്റെ വാല്യൂ എത്ര ആയിരുന്നടാ? 32 അല്ലേ? 32 അല്ലേ? 2/4 16 അല്ലേ? കിട്ടിയാടാ?
അപ്പൊ ഇത് എത്ര ഇതിപ്പോ ഞാൻ 150 എടുത്തു. പക്ഷെ ഇപ്പൊ 3 ആയിരുന്നു. അപ്പൊ എന്റെ സാലറി പൈസ നീ എടുക്കണ്ട മാസം അല്ലാതെ ഒരു ഫുൾ ടൈം ഫ്രീ അല്ല എവിടെ തെറ്റിയിട്ടുണ്ടല്ലോടാ? ഞാനെവിടെ തെറ്റി? ഇവിടെ വന്നിട്ട് എനിക്ക് 66 എന്തോ 66. ഞാൻ എവിടെ തെറ്റിയെന്ന് കണ്ടുപിടിച്ചടാ. കോൺസ്റ്റന്റ് അല്ലേ? അവിടെ തെറ്റിയത്. അപ്പൊ ഞാൻ മൊത്തം വായിക്കണ്ടടാ. നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ പ്ലസ് ഞാനല്ലേ ഇവിടെ വരുമ്പോ ഇവിടെ 18 ആണ്. I think it's 13 അല്ല 38 അല്ലേ വരുള്ളൂ? 30 അല്ല 48. മറ്റേതാ ഇത്? 3 + 9 അല്ലേ? $16 38 - 12 അല്ലേ? 36 -38/3 അല്ലേ? -108 അല്ലേ? എന്നാലും വരില്ലല്ലോടാ അല്ലേ? കിട്ടിയാ? 64/3. മോഡത്തിന്റെ റേഞ്ച് കുറയും. എന്താ TV കാണുന്നതാ?